നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഓസ്ട്രേലിയൻ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അതും ഈ മേഖലയിലെ ഒരു എക്സ്പെർട്ടുമായി സംബന്ധിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഓസ്ട്രേലിയൻ പഠനത്തിനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഞാനൊരു ഉദാഹരണം പറയാം. മുൻപ് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിസ പ്രോസസ്സിനൊക്കെ മുമ്പായിട്ട് GTE ജെന്യൂൻ ടെമ്പററി എൻട്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് GST ജെന്യൂൻ സ്റ്റുഡൻറ്റ് ടെസ്റ്റ് എന്നുള്ള ഒരു പ്രോസസ്സൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതെന്താണ്, അതേപോലെ ഓസ്ട്രേലിയയിലെ പഠനം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഓസ്ട്രേലിയ കോസ്റ്റ്ലി ആണോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് എക്സ്പെർട്ടിൽ നിന്നുകൊണ്ട് തന്നെ സംബന്ധിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ, ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ സുലാൽ മത്തായി. സുലാൽ, വെൽക്കം ടു കരിയർ പാത്ത്. താങ്ക് യു. ഓക്കെ, സുലാൽ ഒരുപക്ഷെ ഈ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ഒരുപക്ഷെ പരിചിതനായിരിക്കും. മുൻപ് 1-2 വീഡിയോകളിൽ നമ്മുടെ ചാനലിൽ തന്നെ വരികയുണ്ടായി. അദ്ദേഹം ഈ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു QEAC ആണ്. QEAC എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ ഏജന്റ് കൺസൾട്ടൻറ്റ്, ശരിയല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ഒരു QEAC ആണ്. എന്ന് മാത്രവുമല്ല, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അസറ്റ് ബെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡി അബ്രോഡ് കമ്പനി കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും UAE-യിലും അതേപോലെ മറ്റു പല രാജ്യങ്ങളിലും, എന്തിനാ ഓസ്ട്രേലിയയിൽ വരെ 4 ഓഫീസുകളൊക്കെയുള്ള ഒരു കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വളരെ ആധികാരികമായിട്ട് ഈ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സുലാൽ, എനിക്ക് ആദ്യം അറിയേണ്ടത്, ഈ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പല ചേഞ്ചുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ചില ചേഞ്ചസ് അതെന്തൊക്കെയാണ് എന്നൊന്ന് ആദ്യം സൂചിപ്പിക്കാമോ? തീർച്ചയായും. താങ്ക് യു ഡോക്ടർ ബ്രിജേഷ്. ഓക്കെ, സോ ആദ്യമായി വന്ന 2-3 ചേഞ്ചസ് ഞാൻ പറയാം. അപ്പോൾ ജൂലൈ 1 ജൂലൈ ഇപ്പോൾ 2024 തൊട്ട് വന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൺഷോർ എന്ന് പറഞ്ഞാൽ നേരത്തെ പല അവസരങ്ങളിലും ഒരു സ്റ്റുഡന്റിന് ഓസ്ട്രേലിയ വന്നിട്ട് ഓൺഷോർ നിന്നുകൊണ്ട് വിസ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുന്ന് അവിടെ പോയി പഠിച്ചതിന് ശേഷം PR-ലേക്ക് മാറാനുള്ള പഠിച്ചതിന് ശേഷം PR അതൊരു ഓപ്ഷൻ. അതല്ലാതെ ഇപ്പൊ ചില കേസിൽ ഒരു സ്റ്റുഡന്റ് പഠിക്കാൻ വന്നിട്ട് അവരത് കഴിഞ്ഞ് ഒരു സ്റ്റേ ബാക്ക്, അപ്പൊ അതിന് പറയുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ 485. അപ്പൊ ഈ 485 വിസയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന് അവർക്ക് അത് ആ വിസയിൽ നിൽക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അവർ പഠിച്ച ആദ്യത്തെ കോഴ്സ് ഒരു PR-ന് എലിജിബിൾ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു കോഴ്സ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഈ 1 ജൂലൈ തൊട്ട് അങ്ങനെ 485 വിസയിൽ നിന്നുകൊണ്ട് മറ്റൊരു സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു സ്റ്റുഡന്റ് ഇല്ല. അത് ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പഠിക്കാൻ പോകുന്ന കോഴ്സ് PR-നൊക്കെ എലിജിബിൾ ആണോ എന്ന് ഉറപ്പാക്കേണ്ട കാര്യമുണ്ട്. തീർച്ചയായും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹോദര സ്ഥാപനമാണ് അസറ്റ് മൈഗ്രേഷൻ. നമ്മളൊരു രജിസ്റ്റേർഡ് മാര കൺസൾട്ടൻസ് ആണ്. അപ്പൊ ഇങ്ങനെ PR എയിം ചെയ്ത് വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇനി ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല. അതുകൊണ്ട് അവർ തീർച്ചയായും ഒരു മാര കൺസൾട്ടന്റുമായിട്ട് സംസാരിക്കുന്നത് ഉചിതമായിരിക്കും. അപ്പൊ അവർക്ക് ഒരു PR-നെ പറ്റി ക്ലിയർ ആയിട്ടൊരു ധാരണ. ഓക്കെ, അപ്പം അവിടെ നിൽക്കാൻ PR പാത്വേ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇവിടുന്ന് പോകുന്നവർ അവിടെ നിൽക്കാനാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കോഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് PR പാത്വേയിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പൊ അതാണ് ഒരു ചേഞ്ച് വന്നത്. ഓക്കെ, വേറെ രണ്ടാമത് വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിസിറ്റർ വിസയുണ്ട്. 600 എന്നാണ്, സബ് ക്ലാസ് 600 എന്നാണ് ആ വിസ സബ് ക്ലാസിന്റെ നമ്പർ. അപ്പൊ ഈ സബ് ക്ലാസ് 600 വന്നുകൊണ്ടും അവിടെ നിന്ന് സ്റ്റുഡൻസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷനും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയി. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് 600 വിസയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് തിരിച്ച് അവരുടെ പേരന്റ് കൺട്രിയിൽ വന്നിട്ട് അവിടെ നിന്ന് അവർ അപ്പോൾ ഒരു വിസിറ്റർ വിസയിൽ വന്ന് അവിടെ നിന്നുകൊണ്ട് സ്റ്റുഡന്റ് വിസയിലേക്ക് മാറാൻ പറ്റത്തില്ല, തിരികെ വരണം. ഇതൊക്കെയാണ് ജൂലൈ 1 മുതൽ വരാനായിട്ട്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ 2 ചേഞ്ചസ് ഈ മെയിൽ തൊട്ട് ഓൾറെഡി ഇൻ എഫക്റ്റ് ആയി. ഒന്ന് ഫിനാൻഷ്യൽ കപ്പാസിറ്റി. ഇതുവരെ ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡന്റിന് $24,505 ആയിരുന്നു ഒരു വർഷത്തെ ലിവിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടി വരുന്നത്, ഒരു ഷോ മണി പോലെ കാണിക്കണം. അപ്പോൾ ഇപ്പോൾ റീസെന്റ് അവിടുത്തെ എവറി ഇയർ ഓസ്ട്രേലിയയിലെ മിനിമം വേജ് ഒക്കെ ഇൻക്രീസ് ആവും.
അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ ഈ എമൗണ്ട് ഗവൺമെന്റ് റിവൈസ് ചെയ്തു. ഇനി ഇപ്പോ അത് $29,700 കൂടുതൽ ഡിഫിക്കൽട്ട് ആകുവാണ്. കാനഡ ഇപ്പൊ ചെയ്ത അതാണ്, അവരും അതിന്റെ ഇരട്ടിയാകുക പോലെ കാര്യങ്ങൾ ചെയ്തു. തന്നെയാണ് ഓസ്ട്രേലിയ. സോ ബേസിക്കലി ഗവൺമെന്റിന് ആ ഒരു ജെനുവിനിറ്റി പ്രൂവ് ചെയ്യണം സ്റ്റുഡൻസ് വരുന്നവരുടെ. അപ്പൊ അവര് ഇൻക്രീസ് ഇതുപോലെ മിനിമം ഫണ്ട് കാണിക്കേണ്ടത്, മിനിമം ഫണ്ട് റിക്വയർമെന്റ് കൂട്ടിയിട്ടുണ്ട്, ലിവിംഗ് എക്സ്പെൻസിന്റെ ഫണ്ട് ഇൻക്രീസ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരി. മറ്റൊരു ചേഞ്ച് പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമുക്ക് ജെനുവിൻ ടെമ്പററി എൻട്രന്റ് എന്നുള്ള ഒരു GT എന്നായിരുന്നു ഓസ്ട്രേലിയയുടെ മറ്റൊരു സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ഒരാളുടെ റിക്വയർമെന്റ്. ഇപ്പൊ GT എന്ന് പറഞ്ഞാൽ നമ്മൾ ജെനുവിൻ ആയിട്ട് വരുന്നതെന്ന് മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ പേരന്റ് കൺട്രിയിലോട്ട്, അല്ലെ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ വന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് കഴിഞ്ഞ് തിരിച്ചെന്ത് പോയാൽ നിങ്ങളുടെ പേരന്റ് കൺട്രിയിലോട്ട് പോയാൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഓസ്ട്രേലിയയിൽ പഠിച്ചതിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വരും, തിരിച്ച് അതാത് രാജ്യത്തേക്ക് പോരും എന്ന് അവർ എൻഷുർ ചെയ്യാനുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള എൻട്രന്റ് ആണ് നിങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് എന്നുള്ളൊരു പ്രോസസ് ആയിരുന്നു. അത് അഡ്മിഷന്റെ കൂടെ അല്ലേ, അഡ്മിഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു അഡ്മിഷന്റെ കൂടെ ചെയ്ത് വിസയ്ക്ക് മുമ്പായിട്ട് ചെയ്യുന്ന പ്രോസസ് ആയിരുന്നു. ശരി. അപ്പൊ ആ റിക്വയർമെന്റ് ഇപ്പോൾ മാറി ഗവൺമെന്റ് പുതിയൊരു റിക്വയർമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ പേര് ജെനുവിൻ സ്റ്റുഡന്റ് ടെസ്റ്റ് എന്നാണ്, GST ആയി. അതെ. അപ്പൊ ഇതിന്റെ മെയിൻ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇതുപോലെ ടെമ്പററി ആയിട്ടുള്ള പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ അങ്ങനെ ഒരു നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ സ്റ്റുഡന്റ് ജെനുവിൻ ടെസ്റ്റിൽ നമുക്ക് നമ്മുടെ സ്കില്ല് അവിടെ ഡിമാൻഡിലുള്ളതാണെങ്കിൽ നമുക്ക് അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. രാജ്യത്ത് നിൽക്കുന്നതിൽ അതെ, ഒരു എക്കണോമിക് ഓസ്ട്രേലിയയുടെ എക്കണോമിക് ഗ്രോത്തിന് നമ്മളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണെങ്കിൽ അവർ ഹാപ്പിയാണ് നമ്മളെ ആ കൺട്രിയിൽ കണ്ടു ചെയ്യാൻ. അങ്ങനെ ഒരു പ്രശ്നമില്ല. സോ അതിനേക്കാൾ ഉപരി ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ജെനുവിനിറ്റി ആണ്. ഒരു സ്റ്റുഡന്റ് ജെനുവിൻ ആണോ എന്നാണ് ശരിക്കും അറിയേണ്ടത്. അപ്പൊ പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു പോരുന്നോ എന്നുള്ളതല്ല ഇപ്പൊ അവരുടെ പ്രശ്നം, ഈ ചെല്ലുന്ന സ്റ്റുഡന്റ് ജെന്യൂൻ ആണോ എന്നാണ്. അപ്പൊ അത് ഉറപ്പാക്കുന്ന പ്രോസസ്സ് കൂടി ഈ അഡ്മിഷന്റെ സമയത്ത് അവർ ചെയ്യും, വിസ പ്രോസസ്സിന്റെ സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് കൂടെ വന്നു. ഓക്കെ. എനിക്ക് പൊതുവെ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻ ഒന്ന് തരുക. അതായത് ഏതൊക്കെ കോഴ്സുകൾക്കാണ് അവിടെ കൂടുതൽ ഡിമാൻഡ്, അതേപോലെ സ്റ്റേ ബാക്ക് എത്രയാണ്, എങ്ങനെയാണ്, ആ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. തീർച്ചയായും. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം 41 യൂണിവേഴ്സിറ്റീസ് ആണ്, 41 ഉള്ളൂ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന മെയിൻ ആയിട്ട് പറയുന്ന കോഴ്സസ് എല്ലാം ആക്ച്വലി യൂണിവേഴ്സിറ്റീസ് തരുന്ന കോഴ്സസ് ആണ്, കോളേജസ് അല്ല. കാരണം യൂണിവേഴ്സിറ്റീസ് ആണ് നല്ല ഒരു എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് കോളേജസിനാണ് കൂടുതൽ വിസ റിഫ്യൂസൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കോഴ്സസ് ഒക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ പഠിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ഏറ്റവും ഡിമാൻഡ് ഉള്ള കുറച്ച് സെക്ടേഴ്സും അതിന്റെ അണ്ടറിലുള്ള കോഴ്സസും പറയാം. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ സെക്ടർ. ഹെൽത്തില് മിക്ക കോഴ്സസും ഇൻ ഹൈ ഡിമാൻഡ് ആണ്. ലെറ്റ്സ് സേ നഴ്സിംഗ്, പിന്നെ സോഷ്യൽ വർക്ക്, ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ്, പിന്നെ അതുപോലെ ഓഡിയോളജി അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഇതുപോലുള്ള എല്ലാ ഹെൽത്ത് റിലേറ്റഡ് കോഴ്സസും നല്ല ഡിമാൻഡിലാണ്. പിന്നെ ഉള്ളത് നമ്മുടെ എഞ്ചിനീയറിംഗിനാണെങ്കിലും സിവിൽ, മെക്കാനിക്കൽ, എയറോനോട്ടിക്കൽ, മൈനിങ്, അങ്ങനെ എല്ലാ എഞ്ചിനീയറിംഗിനും ഓസ്ട്രേലിയയിൽ നല്ല ഡിമാൻഡുണ്ട്. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ IT ആണ്. IT-യിൽ തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, ഇതെല്ലാം നല്ല ഡിമാൻഡുള്ള കോഴ്സസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് പറയാവുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടെങ്കിൽ വേറെ ഒരു നല്ല സെക്ടർ ട്രേഡ് ആണ്. ട്രേഡിനും ഓസ്ട്രേലിയയിൽ നല്ല ഡിമാൻഡ്. അപ്പോൾ ഒരു കാര്യം, ഈ ബാച്ചിലേഴ്സ് ആണോ മാസ്റ്റേഴ്സ് പഠിക്കാൻ ഓസ്ട്രേലിയ വരുന്നതാണോ നല്ലത്? രണ്ടും നല്ലതാണ്. ഓസ്ട്രേലിയയുടെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സിസ്റ്റം വെച്ചിട്ട് ഒരു ജോബിനും ഒരു മാസ്റ്റേഴ്സ് ലെവൽ റിക്വയർമെന്റ് ഇല്ല, ഒരു എൻട്രി ലെവൽ റിക്വയർമെന്റ് ആയിട്ട്. അതെ, ബാച്ചിലേഴ്സ്. ഇപ്പൊ നമ്മളൊരു ബിഗ് 4 ഇപ്പൊ KPMG, EY, ഏണസ്റ്റ് ആൻഡ് യങ്, PwC, ഡിലോയിറ്റ് അവരെയൊക്കെ എടുക്കുവാണെങ്കിൽ അവർക്കെല്ലാം ഉള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് എൻട്രി പ്രോഗ്രാം ആണ്. അപ്പൊ നമ്മൾ എങ്ങും മാസ്റ്റേഴ്സിന്റെ ഒരു റിക്വയർമെന്റ് ഇല്ല. അത് മെയിൻലി അവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഒരാൾ ഗ്രാജുവേറ്റ് ചെയ്തു, അവരൊരു ജോലിക്ക് എൻ്റർ ചെയ്ത് ഒരു 5 years 10 years കഴിഞ്ഞ് അവരൊരു സീനിയർ റോളിലോട്ട് ഇവിടെ ഒരു +2 കഴിഞ്ഞവനും
ഓസ്ട്രേലിയ വന്ന് ബാച്ചിലേഴ്സ് പഠിച്ച് ജോലികളിലേക്ക് എത്താമെന്നാണ് ഒരു അവസരം. ആക്ച്വലി +2 കഴിഞ്ഞ് വരാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസ് അങ്ങനെ വളരെ ഓപ്പൺ ആണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ കോഴ്സസിനെ പറ്റി പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു റെലവെന്റും അല്ലാത്ത വേറൊരു കോഴ്സിലോട്ട് പോയി അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു വിസ റിഫ്യൂസ്, കാരണം നേരത്തെ നമ്മൾ സംസാരിച്ചു ജെന്യൂനിറ്റിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പം എല്ലാവർക്കും അറിയാം നഴ്സിംഗ് അവിടെ ഭയങ്കര ഡിമാൻഡ്. അപ്പൊ നമ്മൾ എല്ലാരും പോയി ബാച്ചലർ ഓഫ് നഴ്സിംഗിന് പോയി കഴിഞ്ഞാൽ അത് റിഫ്യൂസലിന്റെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഡിമാൻഡ് നോക്കണം, അതിനൊപ്പം തന്നെ നമ്മളുടെ പേഴ്സണൽ പ്രൊഫൈലും കൂടെ നോക്കുന്നത് വളരെ. ഓസ്ട്രേലിയയില് നിങ്ങൾ ജെന്യൂൻ കാൻഡിഡേറ്റ്സ് ഓസ്ട്രേലിയയിലോട്ട് പോയാൽ മതി. അതെ, അതാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഓസ്ട്രേലിയ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഓസ്ട്രേലിയ പൊതുവെ എക്സ്പെൻസീവ് ആണ് എന്നാണ് പറയുന്നത്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് തീർച്ചയായും അതെ എന്നാണ് ആദ്യത്തെ ഒരു ആൻസർ എനിക്ക് പറയാനുള്ളത്. അത് ഒരു ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് നോർമലി ഇപ്പം അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 41 യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ, പ്ലസ് അതുപോലെ ഒരു ക്വാളിറ്റി ഡെസ്റ്റിനേഷൻ ആണ് ഓസ്ട്രേലിയ. അപ്പൊ അതിന് ഒരു റീസണബിൾ കോസ്റ്റും വരും. സോ നമ്മൾ ഇപ്പൊ പറയുവാണെങ്കിൽ ഒരു 15 lakhs, ഒരു ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ 15 lakhs to 20 lakhs എങ്കിലും ഒരു വർഷം ഓസ്ട്രേലിയയിൽ ഫീസ് വരും. പിന്നെ ഒരു 70% എബവ് നമുക്ക് മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്സിന് +2 ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് സാധ്യതകളുണ്ട്. അത് എത്ര പെർസെന്റ് ഒക്കെ എങ്ങനെ? അത് 10% to 100% സ്കോളർഷിപ്സ് ഉണ്ട്. പക്ഷെ ഒബ്വിയസ്ലി 100% സ്കോളർഷിപ്പ് ഒക്കെ വളരെ ചുരുക്കം ചില ആൾക്കാർ കിട്ടുന്നതാണ്. ഓൺ ആൻ ആവറേജ് ഒരു 15 to 30% വരെ സ്കോളർഷിപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലെ സ്റ്റേ ബാക്ക് അതെങ്ങനെയാണ്, ആ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? സോ ഇപ്പം മിക്ക കോഴ്സസിനും 2 years ആണ് സ്റ്റേ ബാക്ക്. പിന്നെ ബേസ്ഡ് ഓൺ ദ ഏരിയ, ഇപ്പം ഓസ്ട്രേലിയക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിൽ സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ ഇത് മൂന്നുമാണ് ഒരു സിറ്റി ആയിട്ട് മെട്രോപൊളിറ്റൻ ഏരിയാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കി എല്ലാം റീജിയണൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ കൂടുതൽ സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പൊ റീജിയണൽ എന്ന് പറഞ്ഞാൽ പെർത്ത്, അഡ്ലൈഡ് ഇതുപോലുള്ള എല്ലാ സിറ്റീസും റീജിയണൽ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നത്, ഏത് കോഴ്സാണ് പഠിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് സ്റ്റേ ബാക്ക്. അപ്പൊ ഓൺ ആൻ ആവറേജ് നമുക്ക് പറയാം 2 to 4 years ബേസ്ഡ് ഓൺ ഈ ഫാക്ടേഴ്സ്. പിന്നെ ഒരു ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് 1 year എക്സ്ട്രാ ഇന്ത്യയും ഓസ്ട്രേലിയ ആയിട്ട് ഒരു നമ്മുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഡിസംബർ 2022 എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഒരു വർഷം കൂടെ സ്റ്റേ ബാക്ക് അഡീഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 years സ്റ്റേ ബാക്ക് ഉള്ള ഒരു 3 years ആവും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലേ? ഓക്കെ, റൈറ്റ്. ഈ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഓസ്ട്രേലിയയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും ഒരു അഡ്വൈസ് പോലെ നൽകാനായിട്ടുണ്ടോ? വേറെ അഡ്വൈസ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പൊ ഈ ചേഞ്ചസ് കൂടെ ഇൻ എഫക്റ്റ് ആയ സ്ഥിതിക്ക് ഇനഫ് ആയിട്ടുള്ള റിസർച്ച് ആദ്യം ചെയ്യുക പഠിക്കുന്ന. അപ്പം നമ്മൾ പറഞ്ഞ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ബാഡ് ഐഡിയ ഈവൻ ഒരു മാര കൺസൾട്ടൻസി അല്ലെ അങ്ങനെ മൈഗ്രേഷൻ നല്ല നോളജ് ഉള്ളവരുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അതായത് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റുമായിട്ട് മാത്രം സംസാരിക്കാതെ ഭാവിയും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് മാര ഏജൻസിയുമായിട്ടുകൂടെ സംസാരിച്ചുകൊണ്ട് തന്നെ ഒരു ഓസ്ട്രേലിയൻ പഠനം തീരുമാനിക്കും. നമ്മൾക്ക് ആ 2 ഏരിയയിലും നമ്മളുടെ അസറ്റ് പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ ഏജന്റ് കൗൺസിലേഴ്സ്, അങ്ങനെയുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ആണെങ്കിൽ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ എപ്പോഴും കുറച്ചുകൂടെ വാലിഡ് ആയിരിക്കും, കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആയിരിക്കും. അതൊരു നല്ല കാര്യമായിരിക്കും. പിന്നെ നമ്മൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ടാണോ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ അത് നോക്കാൻ ഏറ്റവും എളുപ്പം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്ലൈഡ്, അവിടെയുള്ള ഒരു മെയിൻ G8 ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഏജന്റ് പാർട്ട്നേഴ്സ് ഇൻ ഇന്ത്യ എന്ന് നോക്കി ബെക്കെന്ന് നമ്മുടെ സെർച്ച് ചെയ്താൽ അതിനകത്ത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും വരും. അങ്ങനെ ഡയറക്റ്റ് ഏജൻസ് ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റുഡന്റിന് അറിയാം ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ അസറ്റ് ബെക്കുമായിട്ട് പറയുമ്പോൾ വൈ എ സ്റ്റുഡന്റ് ഷുഡ് കം ടു യു, നിങ്ങളുടെ വഴി പോകണം
എന്നുള്ള ചോദ്യം ആണ് എനിക്ക് അടുത്ത് ചോദിക്കാം. അതിൻ്റെ 1-2 ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാര ഏജന്റ് അല്ലെ, മാര എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി, അങ്ങനെയുള്ളവർ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. രണ്ടാമത് സുലാലിനെ പോലെയുള്ള ആ ക്വാളിഫിക്കേഷൻ QAEC അല്ലെ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങൾക്കുണ്ട്. വേറെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഒരു സ്റ്റുഡന്റ് ഈ അസറ്റ് ബെക്ക് വഴി പോയാൽ വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? പിന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സ് ആയത് കാരണം ഈ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യ ഇവരുടെ എല്ലാം ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിന് ഒരു വലിയ മാർക്കറ്റാണ്. അപ്പോൾ അവർ നോർമലി അവർ വൺസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ത്രൈസ് അവർ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യും. മിക്ക യൂണിവേഴ്സിറ്റീസിനും ഇന്ത്യയിൽ ഡൽഹിയിലോ എവിടെയെങ്കിലും ഒരു ഓഫീസ് ഉണ്ടാവും. അപ്പോൾ അവർ കൊച്ചിയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിലും വരും. അപ്പം നമ്മളുടെ സ്റ്റുഡൻസിന് അവരോട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനും യൂണിവേഴ്സിറ്റിയായിട്ട് ഡയറക്റ്റ് സംസാരിക്കാനും വളരെ ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് എപ്പോഴും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളുടെ സ്റ്റുഡൻസിന് നമ്മൾ 485 എന്ന് പറഞ്ഞ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ, അതായത് അവിടെ പഠനം കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് കിട്ടാൻ വേണ്ടി ഒരു വിസ ആപ്ലിക്കേഷൻ അത് പഠിച്ചു കഴിയുമ്പോഴേ ഉള്ളൂ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പഠിച്ച് കഴിയണം എന്നുള്ളത് അതിന്റെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞ് അവര് PR എലിജിബിൾ ആകുമ്പോഴത്തേക്ക് അവരുടെ PR ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് ഒരു 20% ഡിസ്കൗണ്ട് നമ്മുടെ PR സർവീസ് ഫീസിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാത്തിനും ഉപരി ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ്. അപ്പം മെൽബൺ, അതുപോലെ പെർത്ത്, ഡാർവിൻ, ഇങ്ങനെ നമുക്ക് 3-4 ഓഫീസസ്, ബ്രിസ്ബെയിൻ, ഇങ്ങനെ 4 ഓഫീസസ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നമ്മൾ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് പ്രവർത്തനങ്ങളുള്ളത്? ഇന്ത്യയിൽ നമുക്ക് കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം ആണ് ഓഫീസ്. ദുബായിലും ഉണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, ഇപ്പൊ പല സമയത്തും അവിടെ വന്നു കഴിഞ്ഞ സ്റ്റുഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അവർക്ക് ഇനീഷ്യൽ ടൈമിൽ ഒരു കൾച്ചറൽ ഷോക്ക് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നോർമലി അവർക്ക് ഇവിടെയുള്ള ഒരു സർവീസ് ആണെങ്കിൽ ഇവർക്ക് ഒട്ടും ഒരു റീച്ച് കാണത്തില്ല. പക്ഷെ നമ്മൾ അവിടെയും ഉണ്ട്. അത് തന്നെയല്ല, നമുക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയായിട്ട് ചെയ്യുന്ന കാരണം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ ഡയറക്ടേഴ്സ് ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് നോർമലി അവർക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം, അല്ലെ അവരോട് പറയാം സ്റ്റുഡന്റിനോട് എങ്ങനെ ഇത് ഡീൽ ചെയ്യണം. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ളവരോട് എസ്കലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, എനിവേ താങ്ക് യു സുലാൽ ഫോർ ദ വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഈ ഓസ്ട്രേലിയൻ പഠനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സുലാലിൽ നിന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പഠനം ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സുലാലിൻ്റെ അസറ്റ് ബെക്ക് എന്ന കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പറ്റും. അവർക്ക് സുലാൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും അതേപോലെ തന്നെ ദുബായിൽ, ഓസ്ട്രേലിയയിലൊക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. അപ്പം അവരിൽ നിന്ന് ഈ കാര്യങ്ങളിലൊക്കെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. അല്ലെങ്കിൽ സുലാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവിടെ ചെന്നൊരു കോഴ്സ് പഠിച്ചതിന് ശേഷം പെർമനൻറ്റ് റെസിഡൻസ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ ചെല്ലുക. അതിലേക്ക് പോകാൻ പറ്റി എന്ന് വരത്തില്ല. അങ്ങനെയൊക്കെ പെട്ടുപോകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്കിത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.